നമസ്തേ. രുദ്രധാര. ഇന്ന് രുദ്രധാരയിലൂടെ പറയുന്നത് സമ്പത്തിനെ കുറിച്ചാണ്, ഐശ്വര്യത്തെക്കുറിച്ചാണ്, ചെമ്പിനെ കുറിച്ചാണ്, ചക്രത്തെക്കുറിച്ചാണ്. പണം ഒരു മനുഷ്യന്റെ 99% പ്രശ്നങ്ങളും ഒഴിവാക്കാൻ പണത്തിന് സാധിക്കും, അല്ലേ? അതൊരു സത്യസന്ധമായ കാര്യമാണ്. സ്നേഹം പോലും പണം കൊടുത്ത് വാങ്ങാൻ സാധിക്കും. നമ്മൾ പണ്ട് പറയുമായിരുന്നു, ലോകത്ത് കിട്ടാത്തത്, പണം കൊടുത്താൽ കിട്ടാത്തത് ഒന്നേ ഉള്ളൂ, അത് ഒരു പെൺകുട്ടിയുടെ മനസ്സാണ്, അല്ലെങ്കിൽ സ്നേഹമാണെന്ന്. ചുമ്മാതാ, വെറുതെയാ. അത് കാലം തെളിയിച്ചിട്ടുണ്ട് പലപ്പോഴായി. അപ്പോൾ സമ്പത്ത് എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ്. എപ്പോഴും പറയുന്നത് പോലെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അതിനെ ആകർഷിക്കപ്പെടണം. നമ്മൾ പൊതുവെ ശ്രദ്ധിച്ചാൽ മതി, വലിയ സമ്പത്തുള്ളവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ. ഈശ്വരൻ ചിന്തിക്കുന്ന ഒരു കാര്യം, ഇവന്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ അവനിലൂടെ പലരും ജീവിക്കും എന്ന് ചിന്തിക്കുമ്പോൾ അവന്റെ കയ്യിൽ അമിതമായി പണം ഉണ്ടാകും. ഇത് എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ പറഞ്ഞു തന്നതാണ്. അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികൾ നിരവധി കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം വരുമാനമുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം വർഷത്തിലൊരു 6 മാസമേ ജോലി ചെയ്തുള്ളൂ. ബാക്കി 6 മാസം ക്ഷേത്ര ദർശനവും മറ്റു കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് സമ്പത്തിനെ കുറിച്ചാണ്, ഐശ്വര്യത്തെ കുറിച്ചാണ്. ഇതൊക്കെ പറയുമ്പോൾ ഇത് അന്ധവിശ്വാസമാണോ മണ്ടത്തരമാണോ എന്ന് തോന്നുന്നെങ്കിൽ കളഞ്ഞേക്ക്, കാണണ്ട, കേൾക്കണ്ട. പക്ഷേ പല ഡിവോഷണൽ ചാനലിന്റെ വീഡിയോസ് ഞാൻ കാണുമ്പോൾ അടിയിൽ എല്ലാവരും വന്ന് കമന്റ് ചെയ്യും, പേര് ഇന്ദിര, നാള് ഉത്തരം, തിരുമേനി പ്രാർത്ഥിക്കണേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഏത് തിരുമേനിയാണ് പ്രാർത്ഥിക്കുന്നത്? അല്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥിച്ചത് കൊണ്ട് എന്ത് ഗുണമാണ് കിട്ടുന്നത്? അമ്പലത്തിൽ പോകുമ്പോൾ പറയും എനിക്കും കൂടെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണേ. അങ്ങനെ പറയുന്ന ടീമാണുള്ളത്, അല്ലെ? എന്തോ നമ്മൾ അങ്ങനെ പഠിച്ചു പോയി എന്നുള്ളതാണ്. അപ്പോ അന്ധവിശ്വാസം ഏകദേശം എല്ലാവർക്കും ഉണ്ട്, അല്ലെ? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, അടിയിൽ വന്ന് കമന്റ് ചെയ്യുക, എൻ്റെ നാളിതാണ്, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണേ. പിന്നെ ചില തിരുമേനിമാരിരുന്ന് പറയാറുണ്ട് കേട്ടോ, നിങ്ങളുടെ പേരും നാളും കമന്റ് ചെയ്യൂ, ഞാൻ ഇന്നത്തെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം. ക്ഷേത്രത്തിൽ ചെന്നാ പൈസ കൊടുക്കണം. ഇപ്പൊ എന്തിനാ ഇത് പറയണേ? അടിയിൽ കൂടുതൽ കമന്റ് വരിക, കൂടുതൽ പേർക്ക് റെക്കമെൻഡേഷൻ പോവുക, അല്ലെ? ഉദ്ദേശം അതാണ്. നിങ്ങൾ ഇവിടെ കമന്റ് ഒന്നും ചെയ്യേണ്ട, ആവശ്യമുള്ളവർ വന്ന് കണ്ടാൽ മതി, കേട്ടാൽ മതി, ഇത്രേ ഞാൻ പറയുന്നുള്ളൂ. ലൈക്ക് ചെയ്യാൻ പറയുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. ആവശ്യമുള്ളവർ കേൾക്കുക, ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടട്ടെ, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താണ് കർമ്മം? കർമ്മത്തിലേക്ക് നമുക്ക് പോകാം. സമ്പത്ത് ദേവതയാണ്, അല്ലെ? അതുണ്ടെങ്കിലേ കാര്യമുള്ളൂ. അതില്ലാത്തവന്റെ വാക്കുകൾക്ക് പോലും യാതൊരു വിലയില്ല. അപ്പൊ അതുകൊണ്ട് അതിനെ നമുക്ക് എങ്ങനെ ആകർഷിക്കാം, എന്തിനേയും ആകർഷിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് കാര്യത്തെയും, എന്ത് വസ്തുവിനെയും നമുക്ക് ആകർഷിക്കാം, ഏതൊരു മനുഷ്യനും ആകർഷിക്കാൻ സാധിക്കും. അപ്പം അതിന് എന്താണ് പറയുന്നത്? താന്ത്രികപരമായല്ല, മാന്ത്രികപരമായി എന്താണ് പറയുന്നത്? കൗളമാർഗത്തിൽ പറയപ്പെടുന്ന ഒരു സമ്പ്രദായം കൂടിയുണ്ട്, അതും ഇവിടെ വിശദീകരിക്കാം. അതിന് മുന്നോടിയായിട്ട് നമ്മൾ പണം സൂക്ഷിക്കുമ്പോൾ, പണം എവിടെ സൂക്ഷിക്കുന്നു? ഇപ്പൊ ഡിജിറ്റൽ മണിയാണ്, പക്ഷെ അതുകൊണ്ട് കൂടുതലും എല്ലാവർക്കും അക്കൗണ്ടിലായിരിക്കും പൈസ. ഇതൊക്കെ അക്കൗണ്ടിലാണെങ്കിലും നിങ്ങളുടെ കൈവശം എപ്പോഴും പണം ഇരിക്കണം. നോട്ട് അല്ലെങ്കിൽ ചില്ലറ, ഈ സാധനം നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ പേഴ്സിലാണെങ്കിലോ, നിങ്ങൾ പണം സൂക്ഷിക്കുന്ന ഏത് പ്രദേശമാണെങ്കിലും ആ ഒരു സ്ഥലം ഒഴിഞ്ഞു കിടക്കാൻ പാടില്ല. അവിടെ പണം ഉണ്ടായിരിക്കണം. എത്ര വലിയ സമ്പന്നനാണെങ്കിലും അദ്ദേഹത്തിന്റെ സേഫിൽ, അദ്ദേഹത്തിന്റെ റൂമിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വീട്ടിൽ പണം സൂക്ഷിക്കും. ഇത്ര രൂപ അവിടെ സൂക്ഷിക്കും, അത് എടുക്കാറില്ല. അവിടെ മഹാലക്ഷ്മിയുടെ വാസം ഉണ്ടാകും എന്നാണ് അവരുടെ വിശ്വാസം. അപ്പൊ ഇതെങ്ങനെ സൂക്ഷിക്കാം, ഇതെങ്ങനെ സൂക്ഷിക്കേണ്ട രീതിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ചിലർക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാകും, ചിലർക്ക് ഭാഗ്യം കൊണ്ട് പണം വരും, അല്ലെ? ചിലർക്ക് ഭാഗ്യവും കാണത്തില്ല, വരുമാനവും കാണത്തില്ല. ചിലർക്ക് ഭാഗ്യം കാണില്ല, നല്ല വരുമാനം കാണും, അതുകൊണ്ട് ഇത് കൈ നിൽക്കില്ല.
അപ്പം ഇങ്ങനെ ഒരു ഒരു പ്രത്യേകത. അപ്പം ഇതിനെ നമ്മൾ ആകർഷിക്കുക എന്നുള്ളതാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, മാഗ്നറ്റ് പോലെ പിടിച്ചെടുക്കുക. എന്താ ചെയ്യുക അതിന് പറയപ്പെടുന്ന ഒരു കർമ്മം പലവരും പരീക്ഷിച്ച് നോക്കി വിജയത്തിലെത്തി എന്നുള്ളതാണ്. മറ്റൊന്നുമല്ല, 2 ഇലകളെ കുറിച്ചാണ് പറയുന്നത്. ഒരിക്കൽ ഞാൻ കൗളമാർഗം എന്ന് പറയുന്ന വീഡിയോയിൽ വഴന ഇലയെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. വയന ഇലയെ പറ്റി അതിൻ്റെ ഒരുപാട് പേര് ചെയ്തു, അവർക്ക് ഒരുപാട് പേർക്ക് ഫലസിദ്ധി ഉണ്ടായി. സന്തോഷമാണത്. ഒരുപാട് പേർക്ക്, 1000 അല്ല 10,000 അല്ല, അതിൽ കൂടുതൽ ആളുകൾക്ക് അവരെല്ലാം കോണ്ടാക്ട് ചെയ്യുകയും ചെയ്തിരുന്നു. പ്രയോജനമില്ലാത്തവർ കാണുക, അത് ചെയ്തത് ആ രീതിയിലായിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട് 1, 2, 3 പ്രാവശ്യം നിങ്ങൾ അത് ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കർമ്മത്തെക്കുറിച്ച്. ഇവിടെ നമ്മൾ വയനയിലയാണ് ഉപയോഗിക്കുന്നത്. വയനയില എന്ന് പറയുമ്പോൾ തന്നെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ആണ് എന്ന് പറയപ്പെടുന്നുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കറുകയാണ്. കറുക എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണെന്ന്. ഗണപതിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് കറുക എന്ന് പറയുന്നത്. ഭാഗ്യം, അതുമായി ബന്ധപ്പെട്ടതാണ് കറുക. ഐശ്വര്യം സമ്പത്തുമായി ബന്ധപ്പെട്ടതാണ് വയന. ഇതിൻ്റെ രണ്ടിൻ്റെയും ചെറിയ ഒരു തുണ്ട് മാത്രം മതി. ചെറിയ ഒരു തുണ്ട് ഇത് നമ്മൾ എടുക്കുക. വയനയില ഒപ്പം കറുക, ഇത് രണ്ടും എടുത്തതിന് ശേഷം ഇതിനെ രണ്ടിനെയും ചേർത്ത് വെച്ച്, ഒരുപാടൊന്നും വേണ്ട, ഒരിത്തിരി മതി, ചേർത്ത് വെച്ച് ഒരു നല്ല നൂല് കൊണ്ട് നന്നായി കെട്ടുക. ഇത് കെട്ടിയതിന് ശേഷം ഒരു നോട്ട് എടുക്കുക. ഇന്ന നോട്ടൊന്നൊന്നുമില്ല, ഒരു നോട്ട് എടുത്ത് അതിലേക്ക് നന്നായി മടക്കി, അതായത് നമ്മൾ ഇത് അകത്ത് വെച്ച് ഇത് കാണാത്ത രീതിയിൽ നന്നായിട്ട് മടക്കിയതിന് ശേഷം നമ്മുടെ പേഴ്സിനുള്ളിൽ വയ്ക്കുക. ഇത് ആരും കാണാൻ പാടില്ല, ഇതിടയ്ക്ക് തുറക്കാൻ പാടില്ല, പകൽ സമയത്ത് ഇത് പുറത്തെടുക്കാൻ പാടില്ല, ഇത് പകൽ സമയത്ത് ചെയ്യാനും പാടില്ല, രാത്രിയിൽ മാത്രം ചെയ്യുക എന്നുള്ളതാണ്. ചെയ്തിട്ട് മറന്നേക്കുക അതിനെപ്പറ്റി. ഇത് വെക്കുന്നതോടൊപ്പം തന്നെ അപ്പൊ ഇതറിയാം, നമുക്കറിയാം ഈ വയനാടിയുടെ ഒരു ഗന്ധം നമുക്കറിയാം അല്ലെ. സുഗന്ധപൂരിതമായ ഭാഗത്തെ ലക്ഷ്മി സാന്നിധ്യം ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ആ സുഗന്ധപൂരിതമായിട്ടുള്ള ഭാഗം അല്ലെങ്കിൽ ആ നമ്മുടെ പേഴ്സിൽ ഈ പറയുന്ന പോലെ സാമ്പത്തികം ഉണ്ടാകുമ്പോൾ, തുടക്കത്തിൽ നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ പേഴ്സുകളെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അറിയാം, ഓരോ നിറത്തിലുള്ള പേഴ്സും നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ. നിങ്ങൾ നിറം മാറ്റി നോക്കണം കേട്ടോ. ആ വീഡിയോ കണ്ടിട്ട് അതിന് നിറം മാറ്റി നോക്കണം. എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെ പറഞ്ഞത് കൊണ്ട് എന്തെങ്കിലും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തവർക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഒരുപാട് പേര് അതിനകത്ത് കമന്റ് ചെയ്തിട്ടുണ്ട്, മാറ്റമുള്ളവരൊക്കെ. അപ്പോൾ അതിനകത്ത് ഓരോന്നിലും കാര്യങ്ങളുണ്ട്. നമുക്കിവിടെ ജീവിക്കാനുള്ളത് നമ്മുടെ പ്രകൃതി തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട്. സന്തോഷമായിട്ട് ജീവിക്കാനുള്ളതെല്ലാം അല്ലേ. നമ്മുടെ ചുറ്റുപാടുള്ള പ്രകൃതിയിൽ തന്നെ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ ഉള്ളതുപോലെ തന്നെ നമുക്ക് എങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാം, ആ സംഭവങ്ങളെല്ലാം നമുക്ക് ചുറ്റുപാടുമുണ്ട്. നമ്മൾ കാണുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ കാണുന്നില്ല, നമ്മളെല്ലാം യുക്തിയുടെ അടിസ്ഥാനത്തിൽ മാത്രം മുമ്പോട്ട് പോകുന്നുണ്ട്. നമ്മൾ പലതും കാണുന്നില്ല എന്നുള്ളതാണ്. ഒന്ന് കണ്ണ് തുറന്നാൽ മതി, കണ്ണ് തുറന്ന് ചുറ്റുപാടൊന്ന് നോക്കിയാൽ മതി, പ്രശ്നങ്ങൾ തീരും. അപ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട് നമ്മുടെ വീട്ടിൽ എത്രയൊക്കെ സമ്പത്ത് ഉണ്ടെങ്കിൽ ചിലർക്ക് സമാധാനം ഇല്ലാതിരിക്കും അല്ലേ. പലരുടെയും കാര്യങ്ങൾ കേൾക്കുകയാണ്. ചിലപ്പോൾ രാവിലെ ഞാൻ ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ തുറക്കുമ്പോൾ തന്നെ വരുന്നത് നെഗറ്റീവ് വാർത്തകളാണ്. കൂടുതലും നെഗറ്റീവാണ്. എല്ലാവർക്കും നെഗറ്റീവേ പറയാനുള്ളൂ. അല്ലാതെ സന്തോഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. ഇന്ന് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരാൾ വിളിച്ചിട്ട് എന്തായാലും സന്തോഷമുള്ള കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അത് കേട്ടപ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടായി. എല്ലാവർക്കും നെഗറ്റീവ് മാത്രമേ പറയാനുള്ളൂ. ശരിയാണ്, നമ്മളെ വിളിച്ചാലും സന്തോഷം പറയേണ്ട കാര്യമില്ലല്ലോ, നെഗറ്റീവ് പറഞ്ഞാൽ പോരെ. അപ്പോൾ എന്നാലും സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് പേഴ്സിനുള്ളിലേക്ക് വയ്ക്കുക. പകൽ സമയം വേണ്ട, രാത്രിയിൽ മാത്രം വെച്ചാൽ മതി. ഇത് വെച്ചിട്ട് അതിനെപ്പറ്റി മറന്നേക്കുക. അതിന് ഇന്ന ദിവസം എന്നൊന്നുമില്ല, ഇത് വയ്ക്കുക. ഇനി അതുപോലെ തന്നെ നിങ്ങൾ പേഴ്സിനകത്ത് മാത്രമല്ല, പണം എവിടെ സൂക്ഷിക്കുന്നോ അവിടെ എല്ലാം നിങ്ങൾക്കിത് വയ്ക്കാം. ഇതുപോലെ തന്നെ ഞാൻ ഇതിന് മുന്നോടിയായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണെന്ന് തോന്നുന്നു, പച്ചക്കർപ്പൂരത്തെക്കുറിച്ച്. പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും സേഫിനകത്ത് വയ്ക്കുക. ഒരെണ്ണം മതി, ഒരൊറ്റ പീസ്. കുറച്ച് നോട്ട് എടുത്ത് വെക്കുക. നോട്ടിന് മുകളിലായിട്ട് ഈ പറയുന്ന കർപ്പൂരം വെക്കുക. വെച്ചതിന് ശേഷം ശരിക്കും ഈ പച്ചക്കർപ്പൂരം വെക്കുന്ന ചടങ്ങ്, അതും കൂടി ഞാനൊന്ന് പറഞ്ഞേക്കാം. 61 നോട്ടുകളാണ് വേണ്ടത്. 61 നോട്ടുകൾ. 61 നോട്ട് 10ന്റെ ആയാലും മതി, 20ന്റെ ആയാലും മതി, 50ന്റെ മതി, 100ന്റെ, 200ന്റെ, 500ന്റെ, ഏതാണെങ്കിലും നോട്ട് എടുത്ത് 61 നോട്ടുകൾ വേണം. 61 നോട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ഇതിന് എതിര് പോകുന്നില്ലേ. അങ്ങനെയല്ല, 61 നോട്ടുകൾ എടുത്തതിന് ശേഷം അതിന് മുകളിൽ പച്ചക്കർപ്പൂരം വെക്കുക. പച്ചക്കർപ്പൂരം വെച്ചതിന് ശേഷം ഇതിനെ മടക്കി ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുക. അതിനുശേഷം ഈ പൈസ എടുക്കരുത്, അതുകൊണ്ട് ഇരുന്നോട്ടെ. നിങ്ങൾക്ക് ചെലവിനുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നടക്കാനുള്ള സോഴ്സ് വേറെ വരും.
ഉറപ്പായിട്ടും വരും. അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. അല്ലെ പലരെ കൊണ്ട് ചെയ്യിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒന്നാണത്. നമുക്ക് കിട്ടുന്ന നോട്ട്, അല്ലെങ്കിൽ നമ്മൾ കടം മേടിച്ചതെങ്കിൽ കടം മേടിച്ചത് അതുപോലും വർദ്ധിക്കും. കടമല്ല, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മറ്റൊരു സോഴ്സിലൂടെ നമുക്ക് പണം ഉണ്ടാകും. അപ്പം നോട്ടുകൾ എടുക്കുക, നോട്ടുകൾ എടുത്ത് ആദ്യം അതിനെ എന്ത് ചെയ്യുക, നമ്മളൊരു റബ്ബർ ബാൻഡ് കൊണ്ട് അതിനെ കെട്ടുക, അല്ലെ എന്തെങ്കിലും കൊണ്ട് കെട്ടുക. 61 എണ്ണമാണ്. കെട്ടിയതിന് ശേഷം പച്ചക്കർപ്പൂരം എടുക്കുക. പച്ചക്കർപ്പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ഇതാണ് പച്ചക്കർപ്പൂരം എന്ന് പറഞ്ഞത്, കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, കൽക്കണ്ടം പോലെ ഇരിക്കും. അപ്പോൾ ഈ സാധനം എടുത്തിട്ട് ഈ നോട്ടിന് മുകളിലായിട്ട് വെക്കുക എന്നുള്ളതാണ്. ഇപ്പം ഒരു 61 നോട്ടുകൾ എടുത്ത് വെച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് പച്ചക്കർപ്പൂരം നമ്മൾ വെക്കുന്നു. വെച്ചതിന് ശേഷം ഇതിനെ നടുക്കൂടെ മടക്കുക എന്നുള്ളത്. നടുക്കൂടെ മടക്കിയതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് കെട്ടുക. ഇത് കെട്ടിയതിന് ശേഷം നമ്മൾ വെക്കേണ്ട ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച. ഇതിന്റെ കാര്യത്തിലാണ്. മറ്റേതിന് ഞാൻ പറഞ്ഞു വെള്ളിയാഴ്ച എന്നില്ല. അപ്പൊ ഈ പണം നമ്മൾ എന്ത് ചെയ്യുക, വെള്ളിയാഴ്ച ദിവസം നമ്മൾ എവിടെയാണോ പണം സൂക്ഷിക്കുന്നത് അവിടെ അത് വെക്കുക. അത് വെക്കുന്നതിനനുസരിച്ച് നമ്മൾ തുറന്നു നോക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ എപ്പോഴാണോ ആ സേഫ് തുറക്കുന്ന ആ ടൈമിൽ ഭയങ്കര മണമായിരിക്കും, ഇതിൻ്റെ ഒരു ഗന്ധമായിരിക്കും. അത് ഒരിക്കലും കുറയില്ല, താഴോട്ട് പോവില്ല. നിങ്ങൾക്കറിയാൻ പറ്റും. അതിനകത്ത് ഓരോ നോട്ടും കൂടെ അധികം വന്ന് കയറുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ അധികം പണം ഉണ്ടാവുകയുള്ളൂ. സമ്പത്തിനെ പല തരത്തിൽ നമുക്ക് ആകർഷിക്കാൻ സാധിക്കും. അതാ ഞാൻ പറയുന്നത്, ഇത് എപ്പോഴും വൃത്തിയുള്ള സ്ഥലത്ത് വെക്കുക, വൃത്തിയോടുകൂടി സംരക്ഷിക്കുക. അത് പ്രധാനപ്പെട്ട ഘടകമാണ്. എങ്കിൽ മാത്രമേ അവന്റെ കയ്യിലേക്ക് ആകർഷിക്കൂ, അവന്റെ കയ്യിലേക്ക് വരൂ, അല്ലെങ്കിൽ അവന്റെ കയ്യിലിരിക്കാൻ അതിന് യോഗ്യതയുണ്ട് എന്നുള്ള കാര്യം വരത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ അതിനെ ആരാധിക്കാൻ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, അതിനെ എന്ത് ചെയ്യുക, ആരാധിക്കുക. അപ്പോ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ ഓരോരുത്തരും, ഇത് കാണുന്ന ഓരോരുത്തരും എന്നും സന്തോഷമായിട്ടിരിക്കുക. ഞങ്ങൾ ഇത് കണ്ടതുകൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഒരു അരമണിക്കൂർ 10 മിനിറ്റ് ഞങ്ങൾ കണ്ടതുകൊണ്ട് ഞങ്ങളുടെ ലൈഫ് മാറി, അല്ലെ ഒരുപാട് മാറ്റം ഉണ്ടായി, പഴയ പ്രശ്നങ്ങളിൽ നിന്ന് കുറെ മാറ്റം ഉണ്ടായി എന്ന് ഒരാൾ എൻ്റെ അടുത്ത് പറയുമ്പോൾ അതാണ് നമ്മുടെ സന്തോഷം. അത്രയും മാത്രം മതി. അപ്പോൾ എല്ലാവർക്കും ഈ പറയുന്ന കർമ്മം അനുഷ്ഠിക്കാം. ആണിനും പെണ്ണിനും ഒക്കെ അനുഷ്ഠിക്കാം. സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ ഏതാണ്ട് ഒരു പരിധി വരൊക്കെ മാറിക്കിട്ടും. രണ്ടാമത് പറഞ്ഞതും ചെയ്യാം, ആദ്യം പറഞ്ഞതും ചെയ്യാം. പേഴ്സിനകത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനം വൈനയിലയും, അതിനകത്ത് ഒരു ചെറിയ വൈനയിലയും അതിനകത്ത് എന്താ കറുകയും വെക്കുക, ഒരു നൂല് കൊണ്ട് കെട്ടുക. അതിനുശേഷം ഒരു നോട്ടെടുത്ത് ആ നോട്ടിനുള്ളിലേക്ക് വെച്ച് നോട്ട് മടക്കി എന്ത് ചെയ്യുക, പേഴ്സിൽ വെക്കുക. ഇന്ന ദിവസമൊന്നുമില്ല, പകലാവരുതെന്നേ ഉള്ളൂ. മറ്റൊന്ന് 61 നോട്ടുകൾ എടുത്തിട്ട്, രണ്ടാമത്തെ കർമ്മം പറഞ്ഞിരുന്നു, 61 നോട്ടുകൾ എടുത്തിട്ട് 61 എണ്ണം തന്നെ വേണം എടുത്തിട്ട് അതിനുള്ളിലേക്ക് പച്ചക്കർപ്പൂരം വെച്ച് മടക്കി റബ്ബർ ബാൻഡ് നൂല് എന്താന്ന് വെച്ചാൽ ഇട്ട് മടക്കിയിട്ട് സേഫിൽ വെക്കുക. നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അത് ഓപ്പൺ ചെയ്യേണ്ടി വരും. എന്തിനാണെന്നറിയാമോ? അതിലേക്ക് അടുത്ത നോട്ടുകെട്ട് വയ്ക്കുന്നതിന് വേണ്ടി. സംശയമില്ലാത്ത കാര്യമാണ്. പലരും പരീക്ഷിച്ചിട്ടുള്ളതാണിത്. ഒരുപാട് പേര് പരീക്ഷിച്ചിട്ടുള്ള കാര്യമാണ്. അവർക്ക് മാറ്റമുണ്ടായി. നമ്മൾ പരീക്ഷിക്കുമ്പോഴോ നടക്കത്തൊന്നുമില്ല, എങ്കിലും നോക്കാം എന്നുള്ള രീതിയിലല്ല ചെയ്യേണ്ടത്. നടക്കും, നടന്നേ പറ്റൂ. ഒരു മനുഷ്യനെയും ഒരിക്കലും ഒരേ രീതിയിൽ തന്നെ ദൈവം ഇടത്തില്ല. ഒന്നുകിൽ അവനെ പൂർണ്ണമായിട്ട് നശിപ്പിച്ച് ഇല്ലാതാക്കും, മരണം, അല്ലെങ്കിൽ അവനെ രക്ഷപ്പെടുത്തും. എല്ലാവരുടെയും ജീവിതം അതാ. അതിനുള്ള ഒരു വഴി കാണിച്ചു തരും. ആ സമയത്ത് പിടിച്ചു കയറിക്കണം, ആ സമയത്ത് കയറി പൊക്കോണം, അല്ലെ? താൻ പാതി ദൈവം പാതി. ദൈവത്തിന്റെ പരിപാടി ചെയ്തോളൂ. നമ്മുടെ പകുതി ചെയ്തില്ലെങ്കിലും പുള്ളിയുടെ പകുതി ചെയ്തോളൂ. നമ്മളും കൂടെ ചെയ്യുകയാണെങ്കിൽ ലൈഫ് ബിക്കം സൂപ്പർ ആവും, യാതൊരു സംശയമില്ല. അപ്പോൾ നല്ലതേ വരൂ. അങ്ങനെ ചിന്തിച്ച് അങ്ങ് മുമ്പോട്ട് പോയാൽ മതി. ഇതുവരെ സംഭവിച്ചതൊക്കെ പോയി, ഇനി വരുന്നത് അടിപൊളിയായിരിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. പേഴ്സിനകത്ത് ഇത് വെക്കാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ മഹാരുദ്രന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നമസ്തേ.